രണ്ടാം LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾക്ക് കാസർഗോഡ് തുടക്കമായി. എന്റെ കേരളം പ്രദർശന വിപണനമേളയും വാർഷികാഘോഷ പരിപാടികളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. സിജു കണ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സിജു, ഇന്നത്തെ പരിപാടികളെല്ലാം സമഗ്രമായി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രൗഢഗംഭീരമായാണ് കാസർഗോഡ് തുടങ്ങിയത്. കാസർഗോഡ് കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ KN ബാലഗോപാൽ, K രാജൻ, AK ശശീന്ദ്രൻ, V അബ്ദുറഹ്മാൻ, K കൃഷ്ണൻകുട്ടി, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ മന്ത്രിമാർ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികളെല്ലാം തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. എന്റെ കേരളം പ്രദർശന വിപണനമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തിലെ LDF സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി പ്രതിപാദിക്കുന്നതാണ് എന്റെ കേരളം പ്രദർശന വിപണനമേള. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ സ്റ്റോളുകളുണ്ട്. അവിടെ വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ലഭ്യമാകും. കഴിഞ്ഞ വർഷക്കാലയളവിൽ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങളെല്ലാം തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ പ്രദർശന വിപണനമേള നടക്കുന്നത്. ഇന്ന് മുതൽ 27 വരെ ഈ പ്രദർശന വിപണനമേള കാലിക്കടവ് മൈതാനിയിൽ നീണ്ടു നിൽക്കും. കഴിഞ്ഞ UDF ഭരണവും ഇപ്പോൾ നിലവിലുള്ള 2 LDF സർക്കാരിനെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. നശീകരണ സ്വഭാവത്തോടുകൂടി കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന് തന്നെ കേരളത്തെ അംഗീകരിക്കേണ്ടി വന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ദേശീയപാത, ഗെയിൽ പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരളത്തിന്റെ യാത്രയിലാണ് നാം. ഒരുപാട് പുരോഗതികൾ നാം നേടിയിട്ടുണ്ട്. എണ്ണി പറയാനുള്ള നാഴികക്കല്ലുകൾ ആ പുരോഗതിയുടെ ഭാഗമായി കാണാൻ കഴിയും. ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല. തകരട്ടെ, കൂടുതൽ തകരട്ടെ ഈ ഒരു നശീകരണ വികാരം. അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു. തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളിൽ ഇതാ രാജ്യത്തിൻ്റെ മുന്നിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു. സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ് മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖം. സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുമായാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. കാസർഗോഡ് നിന്ന് ഈ കൂടിക്കാഴ്ചയ്ക്കും മുഖാമുഖത്തിനും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ 500-ലധികം ക്ഷണിക്കപ്പെട്ട പ്രതിനിധികൾ മുഖ്യമന്ത്രിയോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തു. നവകേരളത്തിന്റെ മുന്നേറ്റത്തിനാവശ്യമായ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും ചർച്ചകളുമെല്ലാം ഇതിൽ ഉയർന്നു വന്നു. പ്രധാനപ്പെട്ട 22 പേരാണ് മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിച്ചത്. മറ്റുള്ളവർ എഴുതി ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എഴുതി നൽകിയ കുറിപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഈ ചോദ്യം ചോദിച്ച ആളുകൾക്കെല്ലാം തന്നെ കൃത്യമായ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. ഇതോടുകൂടിയാണ് ഈ പരിപാടി അവസാനിച്ചത്. എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള ജില്ലാതല യോഗങ്ങൾ നടക്കും. അതിനുശേഷം വിവിധ ജില്ലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മേഖലാതല അവലോകന യോഗങ്ങളും നടക്കും.